ഹായ് ഫ്രണ്ട്, നമ്മുടെ മുമ്പിൽ നിഫ്റ്റിയുടെ ചാർട്ടാണുള്ളത്. ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞല്ലേ, ഇന്നലെ ബ്യൂട്ടിഫുൾ ബൈ ആണ് ഇന്നലെ വന്നത്. താഴെ ലോവർ വി കാണിക്കുന്നത് ഹ്യൂജ് ഹാമർ ക്യാൻഡിലാണ്. ഈ ഹാമർ ക്യാൻഡിൽ പോരാതെ തന്നെ നല്ലൊരു ബൈ, സൂപ്പർ ബൈ നടന്ന ദിവസമായിരുന്നു ഇന്നലെ. ഇന്ന് ഭാഗ്യത്തിന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ശരിക്കും ആ ഒരു പർട്ടിക്കുലർ ഒരു റെസിസ്റ്റൻസ്, ആ ഒരു ട്രെൻഡ് ലൈനെ കട്ട് ചെയ്ത് നിഫ്റ്റി മുകളിലേക്ക് കയറി എന്നുള്ള വലിയൊരു പ്ലസ് പോയിൻ്റാണ്. പക്ഷേ നിഫ്റ്റിയിൽ വോളിയം കുറവായിരുന്നു. പക്ഷേ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് അതിൻ്റെ വളരെ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് സോണിലേക്ക് കയറാൻ നിൽക്കുകയാണ്. നിഫ്റ്റിയുടെ സോൺ എന്ന് പറയുന്നത് സംതിങ് 22,504 വരെ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് സോണാണ് അറ്റ് പ്രസൻറ്റ് പോലെ. ദാറ്റ് മീൻ 22,358 പോലെ 150 പോയിൻ്റ് സ്ട്രോങ് റെസിസ്റ്റൻസ് സോണിലേക്കാണ് ഈ നിഫ്റ്റി ക്യാൻഡിൽ കയറാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ മൊമെൻറ്റം വളരെ ക്രിട്ടിക്കലാണ്. RSI ഇതുവരെ ഒരു പ്ലസ് മൊമെൻറ്റം സോണിലേക്ക് എത്തിയിട്ടില്ലെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു ഫാക്ടറാണ്. തീർച്ചയായും നമ്മൾ വളരെ കരുതിയിരിക്കണം. കാര്യം സംതിങ് അറൗണ്ട് 150 പോയിൻറ്റിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോണിലേക്കാണ് നിഫ്റ്റി കയറാൻ പോകുന്നത്. അപ്പം നാളെ അല്ല വരും ദിവസങ്ങളിൽ നിഫ്റ്റി എങ്ങനെ ഈ സോണിനെ കട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുൻവിധികളില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ഫ്രണ്ട്സ്, നമ്മൾ റിലയൻസിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടല്ലേ. റിലയൻസിൻ്റെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് 1.8% ഡൗൺ ആണ് ഇയർ ഓൺ ഇയർ നോക്കാൻ നേരം. പക്ഷേ റവന്യൂവിൽ 11.1% ഗ്രോത്താണ് സംഭവിച്ചത്. ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ് ഓയിൽസ്, കെമിക്കൽസ് ആൻഡ് കൺസ്യൂമർ ബിസിനസ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് റിലയൻസിൻ്റെ പ്രോഫിറ്റ് കുറയാൻ കാര്യം വെച്ചാൽ ഹയർ എക്സ്പെൻസ് കൊണ്ടാണ്. 2.2 lakhs എക്സ്പെൻസ് വന്നു. സോ ഹയർ എക്സ്പെൻസസിൻ്റെ ഒരൊറ്റ പോയിന്റിലാണ് ശരിക്കും മാർജിൻ താഴാൻ കാരണം, പ്രോഫിറ്റബിൾ താഴാൻ കാരണം. എന്നിരുന്നാൽ പോലും ശരിക്കും എബിറ്റ മാർജിൻ ക്വാർട്ടർ ബേസിൽ 50 ബേസിസ് പോയിന്റ് കൂടിയെന്ന് പറയാൻ സാധിക്കും. ഇയർ ടു ഇയർ 17.8% ആയി. കമ്പനി റിപ്പോർട്ടഡ് ആയിട്ടുള്ള എബിറ്റ 47,150 crores ആണ്. അത് അപ്പ് ബൈ 14.3% ആണ് ഇയർ ഓൺ ഇയർ നോക്കാൻ നേരത്തെ. സോ ഫിനാൻഷ്യൽ 24 കമ്പനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 69,621 കോടിയാണ്. അപ്പ് ഫ്രം 66,000 നിന്നും 69,000. ഇറ്റ്സ് ക്വൈറ്റ് ഡീസൻറ്റ് റിസൾട്ടാണ്. പ്രൊവൈഡഡ് എന്താ പറയേണ്ടത് മാർജിൻ നെറ്റ് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഡൗൺ ആയി എന്നുള്ള ഒരു കൺസേൺ ആണ് റിലയൻസിനെ സംബന്ധിച്ച്. റിലയൻസ് റീറ്റെയിൽ 10,000 കോടി എന്താ നെറ്റ് പ്രോഫിറ്റ് ക്രോസ് ചെയ്യുമെന്നുള്ളതൊരു ഭയങ്കര ഒരു അച്ചീവ്മെൻ്റാണ് കമ്പനിയെ സംബന്ധിച്ച്. 3 ലക്ഷം കോടിക്കുമ്പോൾ റവന്യൂ വന്നു കഴിഞ്ഞ റിലയൻസ് റീറ്റെയിലെ ശരിക്കും. ആൻഡ് ആനുവൽ പ്രോഫിറ്റ്സ് ഓഫ് ജിയോ പ്ലാറ്റ്ഫോം 20,000 കോടി ക്രോസ് ചെയ്തു. ഇന്ന് നമ്മൾ ഏതാനും ഈ മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. JG കെമിക്കൽസ് ആണ് സ്റ്റോക്കിൻ്റെ പേര്. JG കെമിക്കൽസ് എന്നാണ്. മൊബൈലിൽ നോക്കുന്ന ആൾക്കാർക്ക് സ്റ്റോക്കിൻ്റെ പേര് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് JG കെമിക്കൽസ് എന്ന് പറയാൻ കാര്യം. ഈ സ്റ്റോക്ക് 4 hours ചാർട്ടാണ്. നോക്കൂ ഈ സ്റ്റോക്കിൽ എന്താ സംഭവിച്ചത് നോക്കൂ. സ്റ്റോക്കൊരു ബ്രേക്ക്ഔട്ട്, സ്ട്രോങ് ബ്രേക്ക്ഔട്ട് കൊടുത്തതിന് ശേഷം സ്റ്റോക്ക് വീണ്ടും പുൾ ബാക്കിലേക്ക് വന്നു. എപ്പോഴും ശ്രദ്ധിക്കണം, സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ക്യാൻഡിലാണ് ഈ കാണുന്നത്. 4 hours ചാർട്ടാണ്. അതിനുശേഷം ആ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ സംതിങ് അറൗണ്ട് 16% എസ്കലേഷൻ കൊടുത്ത ക്യാൻഡിലാണ്. സാധാരണ സ്ട്രോങ് ക്യാൻഡിൽ വന്നാൽ അതിൻ്റെ പകുതിയിൽ വെച്ച് സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോക്ക് ആ പകുതിയിൽ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറിപ്പോയത്. സംതിങ്ങിലേക്ക് എന്താ പറയേണ്ട ഒരു ഇൻവേർഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും സ്റ്റോക്കിനെ. സോ സംതിങ്ങിലേക്ക് ഇൻവേർഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയാൻ പറ്റും. ഇതൊരു ഷോൾഡറാണ്, ഇത് ഹെഡാണ്, ഇത് അടുത്ത ഷോൾഡറായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. എനിവേ സ്റ്റോക്ക് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണിലേക്ക് എത്തിക്കിടക്കുകയാണ്. സോ ഈ സ്റ്റോൺ ക്രോസ് ചെയ്ത് പോകുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. സ്റ്റോക്ക് ക്രോസ് ചെയ്ത് പോയാൽ ദാറ്റ് ലുക്സ് വെരി ഗുഡ് ആക്ച്വലി. കാര്യം ആ സ്റ്റോക്ക് ഒരു സോൺ എന്ന് പറയുന്നത് സംതിങ് അറൗണ്ട് ഇതുവരെ ആ സോണാണ് 237 വരെ ആ സോണിലാണ്. ആ റെസിസ്റ്റൻസ് സോണിലാണ്. ആ സോണിൻ്റെ അടുത്തേക്കാണ് സ്റ്റോക്ക് കിടക്കുന്നത്. കട്ട് ചെയ്ത് പോയാൽ ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ് എന്ന് പറയാൻ സാധിക്കും. പക്ഷേ കട്ട് ചെയ്യുന്ന ക്യാൻഡിൽ സ്ട്രോങ് വോളിയം വേണം. ക്യാൻഡിൽ ക്ലോസിംഗ് ടു ഹൈ ആയിരിക്കണം. അടുത്ത സ്റ്റോക്ക് ജന സ്മോൾ ഫിനാൻസ് എന്നൊരു സ്റ്റോക്കാണ്. എക്സലൻ്റ് ആയിട്ട് ട്രെൻഡ് ചെയ്ത സ്റ്റോക്കാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട്. നിങ്ങൾ നോക്കണം, ഇത് സ്റ്റോക്ക് നമ്മൾ ഡേ ടൈം ഫ്രെയിം എടുത്താൽ ഇതാണ് ഡേ ടൈം ഫ്രെയിം. സോ എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്കൂ. സ്റ്റോക്ക് ഈ അടുത്ത കാലത്ത് മാർക്കറ്റ് വന്ന സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഒരു റെസിസ്റ്റൻറ്റ് ഹിറ്റ് ചെയ്തു, തിരിച്ചു കൊണ്ട് റെസിസ്റ്റൻറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് തിരിച്ച് ഇവിടെ റെസിസ്റ്റൻറ്റ് ഹിറ്റ് ചെയ്തിട്ട് ഇത്രയും താഴെ പോയെങ്കിൽ, ഈ റെസിസ്റ്റൻറ്റ് ഹിറ്റ് ചെയ്തിട്ട് ഈ ലെവലിൽ താഴെ പോയെങ്കിൽ ദാറ്റ് മീൻസ് ഈ ലെവൽ മുതൽ നമ്മൾ നോക്കാൻ നേരത്ത് ഈ ലെവൽ വരെ സ്റ്റോക്ക് താഴെ പോകുമെങ്കിൽ ദാറ്റ് മീൻസ് 22% താഴെ പോകുമെങ്കിൽ നെക്സ്റ്റ് ടൈം റെസിസ്റ്റൻറ്റ് ഹിറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് താഴെ പോയത് വളരെ ചെറുതായിട്ടാണ് താഴെ പോയത്. സംതിങ് അറൗണ്ട് 14% താഴെ പോയുള്ളൂ. ദാറ്റ് ലുക്സ് ലൈക്ക് അത് അതിന് ഒരു വോളറ്റാലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ എന്നൊക്കെ പറയാൻ സാധിക്കും. ആ ലെവലിലാണ് സ്റ്റോക്ക് കിടക്കുന്നത്.
ശ്രദ്ധിക്കേണ്ട കാര്യം താഴെ വന്നപ്പോൾ ഈ വോൾട്ടേജ് കോൺട്രാക്ഷൻ പാറ്റേൺ നോക്കാൻ നേരത്ത് ആ പാറ്റേൺ വർക്ക് ചെയ്ത സമയത്തൊക്കെ കമ്പാരിറ്റീവ്ലി വോളിയം കുറവായിരുന്നു. പിന്നൊരു സ്ട്രോങ് വോളിയത്തിലാണ് വീണ്ടും റെസിസ്റ്റൻസിലേക്ക് വന്നത്. അവിടെ വീണ്ടും വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ BCP വർക്ക് ചെയ്തു, വീണ്ടും റെസിസ്റ്റൻസിലേക്ക് പോകുന്നു. ഇനി ഇവിടെ വീണ്ടും ഹിറ്റ് ചെയ്തിട്ട് ഇതിനേക്കാളും ചെറിയൊരു വോൾട്ടേജ് കോൺട്രാക്ഷൻ പാറ്റേൺ ഡെവലപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് കാത്തിരുന്ന് ഒബ്സർവ് ചെയ്യാം. അടുത്ത ഡേറ്റ പാറ്റേൺസ് ആണ് സെയിം. അതുപോലെ തന്നെ ഡേറ്റ പാറ്റേൺസ് വളരെ ക്രിട്ടിക്കലായിട്ട് നോക്കാൻ നേരത്ത് ഒരു BCP പാറ്റേൺ ഞാൻ തൽക്കാലം വോളിയം ഓഫ് ചെയ്യാണ്, കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി വോളിയം ഓഫ് ചെയ്യാണ്. നിങ്ങൾ ഇവിടെ നോക്കി ഇതും സംതിങ് BCP പാറ്റേൺ എന്ന് പറയാൻ സാധിക്കും. ഈ ലെവലിൽ ഹിറ്റ് ചെയ്തിട്ട് സംതിങ് അറൗണ്ട് ഈ ലെവൽ വരെ വന്നു സ്റ്റോക്ക്. ഈ ലെവലിൽ വരെ താഴെ വന്നതിന് ശേഷം സംതിങ് അറൗണ്ട് 31% താഴ്ന്നതിന് ശേഷം വീണ്ടും അതേ ലെവലിൽ നിന്നും വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ വീണ്ടും വർക്ക് ചെയ്ത് സ്റ്റോക്കിന് എത്തിയിട്ട് സംതിങ് അറൗണ്ട് 13%ലേക്ക് താഴെ കൊണ്ടുവരും. സോ 31%ൽ നിന്നും സ്റ്റോക്ക് 13% വോളറ്റിലിറ്റി കോൺട്രാക്റ്റ് എന്ന് പറയാൻ സാധിക്കും. ഇനി ഒരു പ്രാവശ്യം കൂടെ ഹിറ്റ് ചെയ്തിട്ട് താഴെ വന്ന് വീണ്ടും ഇതിനേക്കാളും താഴെ വോളറ്റിലിറ്റി വീണ്ടും കോൺട്രാക്റ്റ് എന്ന് ചോദിച്ചാൽ വി ക്യാൻ ഒബ്സർവ് ചെയ്തിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ RSI എന്ന് പറയുന്നത് 62 കൊണ്ട് കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന RSI ആണ്. അത് ടീക ഇൻഡസ്ട്രീസ് നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു ചെറിയൊരു ടൈറ്റ് കൺസോളിഡേഷൻ നിന്ന് ബ്യൂട്ടിഫുൾ ബ്രേക്ക്ഔട്ട് കൊടുത്തതിന് ശേഷം എന്താ സംഭവിക്കുന്നത്, വീണ്ടും ഒരു അടുത്ത ടൈറ്റ് കൺസോളിഡേഷനിലേക്ക് സ്റ്റോക്ക് പോവുകയാണ്. സ്റ്റോക്ക് ഈസ് വെയിറ്റിംഗ് ഫോർ ദി മദർ എന്താ പറയണ്ടേ, സ്റ്റോക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള 21 EMA വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണെന്ന് ഇവിടെ പറയാം. either 21 or 13 ഈ രണ്ടിലെങ്കിലും ഒന്ന് ടച്ച് ചെയ്യുമ്പോഴായിരിക്കും സ്റ്റോക്ക് ഒരു പക്ഷേ അടുത്ത യാത്ര തുടങ്ങാൻ സാധ്യത. അത് AGS ലോജിസ്റ്റിക്സ് ആണ്. ഡേ ക്യാൻഡിലാണ് AGS ലോജിസ്റ്റിക്സിൻ്റെ നോക്കൂ നിങ്ങൾ എന്താ സംഭവിച്ചത്, AGSൽ എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്കൂ. ഈ ലെവലിലാണ് AGS ബ്രേക്ക്ഔട്ട് കൊടുത്തത്. AGS ബ്രേക്ക്ഔട്ട് കൊടുത്ത ലെവൽ ഇതാണ്. സോ ബ്രേക്ക്ഔട്ട് സോൺ എന്ന് പറയുന്നത് കറക്റ്റ് ഈ ലെവലാണ് ബ്രേക്ക്ഔട്ട് സോൺ. ആ സോണിലേക്ക് കറക്റ്റ് സോൺ എന്ന് പറയുന്നത് ഈ ലെവൽ വരും. ഇതാണ് കറക്റ്റ് ബ്രേക്ക്ഔട്ട് സോൺ. കറക്റ്റ് ആ സോണിൽ വന്നിട്ട് ഇന്ന് പുൾ ബാക്ക് എടുത്തോന്ന് ചോദിച്ചാൽ നല്ല ഹാമർ ക്യാൻഡിലാണ് വന്നത്. ഈ ക്യാൻഡിൽ വോളിയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ക്യാൻഡിൽ കമ്പാരിറ്റീവ്ലി വോളിയം കുറവാണെന്ന് പറയാൻ സാധിക്കും. വരും ദിവസം വോളിയം ബിൽഡപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ വിൽ വെയിറ്റ് ആൻഡ് സി. RSI സ്ട്രോങ് ആണ്. 67 മുകളിൽ RSI സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു പൊസിഷനാണുള്ളത്. എനിവേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോൺ വർക്ക് ചെയ്താൽ ഈ സോണിന് മേളിൽ വേണം ഫസ്റ്റ് ലെവൽ വർക്ക് ചെയ്യാനായിട്ട്, ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്യാനായിട്ട്. അത് ഈ സോൺ വരെ ശരിക്കും ഒരു റെസിസ്റ്റൻസ് സോണാണ്. AGS ലോജിസിൻ്റെ ഒരു സംതിങ് അറൗണ്ട് 516 മുതൽ 530 മുതൽ 17 രൂപയുടെ റെസിസ്റ്റൻസ് സോണിലാണ് സ്റ്റോക്ക് കയറാൻ പോകുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത BSE ആണ്. എക്സലൻ്റ് ആയിട്ട് കയറി പോയിട്ട് സ്റ്റോക്ക് സംതിങ് അറൗണ്ട് ഫിബോനിച്ചി 0.236 സപ്പോർട്ടഡ് ഇറക്കുന്ന സ്റ്റോക്കാണ്. ഇതാണ് ഫിബ് ലെവൽ എന്ന് പറയുന്ന സാധനം. ദിസ് ഈസ് ഫിബ് ലെവൽ. ഇതാണ് ഫിബ് ലെവൽ നോക്കൂ. 236 സപ്പോർട്ട് എടുത്ത 236 റിജക്ഷൻ വന്ന സ്റ്റോക്കാണ്. സോ ഫിബിൽ 236 സപ്പോർട്ട് എടുക്കുക വെച്ചാൽ ഹയർ മൗണ്ട് സ്റ്റോക്സ് ആണ് നോർമൽ ഫിബിൽ സപ്പോർട്ട് എടുക്കുന്നത്. തീർച്ചയായും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു എന്താ പറയേണ്ട ഒരു കൊച്ചു ബ്രേക്കൗട്ട്, പെന്നൻ ബ്രേക്കൗട്ട് വേണം കഴിഞ്ഞെന്ന് പറയാം. ഡേ ടൈം ഫ്രെയിമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബ്രേക്കൗട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഈ റെസിസ്റ്റൻസ് ലെവൽ ഈ ലെവൽ വരെ ഇത് റെസിസ്റ്റൻസ് മാർക്കാണ്. സോ ഈ ലെവൽ കഴിഞ്ഞ് വേണം സ്റ്റോക്കിന് ഒരു കയറാനായിട്ട്. സോ ഇതൊരു റെസിസ്റ്റൻസ് മാർക്കാണ്. സംതിങ് അറൗണ്ട് 29362 2899 വരെയുള്ള റെസിസ്റ്റൻസ് മാർക്ക് കഴിഞ്ഞിട്ട് വേണം സ്റ്റോക്കിനെ കയറിപ്പാനായിട്ട്. എനിവേ എക്സലൻറ്റ് റിജക്ഷൻ ക്യാൻഡിലാണ് താഴെ വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറങ്ങുന്ന സമയത്ത് റെഡ് ക്യാൻഡിൽസ് വോളിയം കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. കയറുന്ന സമയത്ത് ഈ ക്യാൻഡിലൊക്കെ കയറിയ സമയത്ത് വോളിയം കൂടുതലും, റെഡ് ക്യാൻഡിൽ ഇറങ്ങുന്ന സമയത്ത് വോളിയം കുറവായിരുന്നു. എന്നിട്ടാണ് ഒരു ചെറിയ കൺസോളിഡേഷനിലേക്ക് സ്റ്റോക്ക് പോയത്. ചെറിയ കൺസോളിഡേഷനാണ് വന്നത്. ഈ കൺസോളിഡേഷൻ കഴിഞ്ഞിട്ട് റേഞ്ച് റിജക്ഷൻ ക്യാൻഡിലാണ് സ്റ്റോക്ക് 2 ദിവസം കൊണ്ട് ഫസ്റ്റ് ഡേ 0.45%, 2.9%, അറൗണ്ട് 3.5% കയറിപ്പോയത്. സ്റ്റോക്ക് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് സോണിലേക്ക് നീങ്ങിയാണ്. വി വിൽ വെയിറ്റ് ആൻഡ് സി എങ്ങനെയാണ് സ്റ്റോക്കോടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ്. ഹിന്ദുസ്ഥാൻ സിങ്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹ്യൂജായിട്ട് എസ്കലേറ്റ് ചെയ്തിട്ട് ഒരു വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ സംതിങ് അറൗണ്ട് ഇൻസൈഡ് ക്യാൻഡിൽ എന്ന കൺസെപ്റ്റിൽ കിടക്കുകയാണ്. ഇൻസൈഡ് ക്യാൻഡിൽ ബ്രേക്കൗട്ട് ഏത് വസ്തുക്ക് വരാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇൻസൈഡ് ക്യാൻഡിൽ മുകളിലേക്കാണെങ്കിലും താഴത്തേക്കാണെങ്കിലും തീർച്ചയായും ഇൻസൈഡ് ക്യാൻഡിൽ ബ്രേക്കൗട്ട് നോക്കിയിട്ട് വേണം നിങ്ങളുടെ ട്രേഡ്സ് നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. അടുത്തത് ഇൻറ്റോ കൗണ്ട് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇൻറ്റോ കൗണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കയറിയതിന് ശേഷം ഹയർ ഹൈ നോക്കൂ, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും എന്താ പറയണ്ടേ, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ലെവലെത്തിയപ്പോഴത്തേക്കും ഈക്വൽ ഹൈ ആയി, ഹയർ ലോ ആയി. ഈക്വൽ ലെവലിന് ശേഷം എന്താ സംബന്ധിച്ച് ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത ഒരു സ്ട്രക്ചറിലാണ് സ്റ്റോക്ക് അറ്റ് പ്രസൻറ്റ് ഉള്ളത്. സ്റ്റോക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ, സ്റ്റോക്ക് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടഡ് നിൽക്കുന്ന ഒരു സമയത്താണ് സ്റ്റോക്കുള്ളത്. നമുക്ക് നോക്കാൻ നേരത്തെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്കിൽ നമുക്കൊരു എന്താ പറയേണ്ട ഒരു ബ്രേക്കൗട്ടിലേക്കല്ല പോകുന്ന ലെവലിലേക്കാണ് സ്റ്റോക്ക് അറ്റ് പ്രസൻറ്റ് സ്റ്റോക്ക് ഉള്ളത്. സോ ബ്രേക്കൗട്ട് സ്റ്റോക്ക് കട്ട് ചെയ്ത് പോകുന്നുള്ളത് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാത്തിരിക്കാം എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക്
ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്റ്റോക്കിന് ക്ലാരിറ്റി തരും, ബ്രേക്കൗട്ട് വരുമോ ഇല്ല എന്നതിനെക്കുറിച്ച് സ്റ്റോക്കിന് ക്ലാരിറ്റി തരും. അതിൻ്റെ RSI സ്ട്രോങ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും. അടുത്ത ശോഭ എന്നുള്ള സ്റ്റോക്കാണ്. ശോഭയും കണ്ടിന്യൂസ് ആയിട്ട് കയറി സ്റ്റോപ്പ ഒരു ചെറിയ കറക്ഷന് ശേഷം വീണ്ടും ഹയർ ലോ കൺസെപ്റ്റ് കയറി പോയ സ്റ്റോക്കാണ്. ശോഭയെ സംബന്ധിച്ചും ഓൾ ടൈം ഹൈയുടെ ലെവലിലാണ് നിൽക്കുന്നത്. സോ ഓൾ ടൈം ഹൈ നമ്മൾ നോക്കാൻ നേരത്തെ ശോഭയുടെ ഓൾ ടൈം ഹൈ എന്നുള്ളത് ഈ ഒരു ലെവൽ സ്റ്റോക്ക് ആണ് ഓൾ ടൈം ഹൈ ലെവൽസ് വർക്ക് ചെയ്യുന്നത്. സോ കറൻ്റായിട്ട് ക്യാൻഡിൽ എന്താ പറയുക ഓൾ ടൈം ഹൈ ലെവലിൻ്റെ സമീപത്താണ് നിൽക്കുന്നത്. തീർച്ചയായും ഇന്നത്തെ ക്യാൻഡിൽ കുറച്ച് എന്താ പറയണ്ടേ മുകളിൽ അവിടെ കുറച്ച് സെല്ലിസ് ഡോമിനൻസ് ഉണ്ടായിരുന്നു. അതാണ് ക്യാൻഡിൽ ആ സോൺ കട്ട് ചെയ്തിട്ടും തിരിച്ചു കയറാൻ കാരണം. അതിൻ്റെ അകത്തും RSI കോയിട്ടൊക്കെയാണ് 60 ആണ്, 67 ഒക്കെ ഉണ്ട്, കുറേ കൂടെ സ്ട്രോങ് ആണെന്ന് പറയാൻ സാധിക്കും. അടുത്ത നമ്മുടെ മുമ്പിൽ ഡൈനാമിക് ടെക്നോളജി പറയുന്ന സ്റ്റോക്കാണ്. അതും ഹയർ ലോ കയറിയതിന് ശേഷം സ്റ്റോക്ക് ഒരു കൊച്ചു കൺസോളിഡേഷൻ വന്ന് നിൽക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു മൊമെൻ്റം ക്യാൻഡിൽ താഴെയാണ് ഇവിടെ ഡബിൾ ബോട്ടം സപ്പോർട്ട് കൊടുത്തത്. ആ ലെവലിൽ നിന്നാണ് സ്റ്റോക്ക് തിരിച്ചു കയറിയത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആണ്. 8602 രൂപ റെസിസ്റ്റൻസ് ആണ്. തീർച്ചയായും ആ ലെവലിൽ സ്റ്റോക്ക് ഇത് കട്ട് ചെയ്ത് പോകുമോ ഇല്ലെന്നാൽ വരും ദിവസം നമുക്ക് കാത്തിരുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. SML സുസു എന്നുള്ള സ്റ്റോക്കാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ഹെൽത്തി കോൺട്രാക്ഷൻ വർക്ക് ചെയ്ത സ്റ്റോക്കാണ്. നോക്കൂ, VCP ആണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കോൺട്രാക്ഷൻ 30% താഴെ പോയപ്പോൾ സെക്കൻഡ് കോൺട്രാക്ഷൻ 11.42% താഴെ പോയിട്ടുള്ളൂ. ഒരു കാര്യം കോൺട്രാക്ഷൻ നടന്നെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് കോൺട്രാക്ഷൻ നടന്നിരിക്കുന്നത് ശരിക്കും എന്താ പറയണ്ടേ ഒരേ ലെവലിലല്ല നടന്നിരിക്കുന്നത്. കോൺട്രാക്ഷൻ ആക്ച്വലി ഈ ഒരു ലെവലിൽ ശരിക്കും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ വിൽ വെയിറ്റ് ആൻഡ് സി. ആ ഒരു ലെവൽ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലെവൽസൊക്കെ ഇതൊരു സ്റ്റോക്ക് ഈ ലെവലിൽ കയറിയാൽ റെസിസ്റ്റൻസ് സോണിലേക്ക് കയറി എന്ന് പറയാൻ സാധിക്കും. വിൽ വെയിറ്റ് ആൻഡ് സി സ്റ്റോക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് കാത്തിരുന്ന് കാണാം. കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കണ്ടിന്യൂസ് ആയിട്ട് കയറിയതിന് ശേഷമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രെൻഡ് ചെയ്തതിന് ശേഷമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്താ പറയണ്ടേ മൊമെൻ്റം ക്യാൻഡിലാണ്. മൊമെൻ്റം ക്യാൻഡിലിൻ്റെ പകുതിയിൽ സപ്പോർട്ട് കൊടുക്കും. നോർമലി മൊമെൻ്റം ക്യാൻഡിലിൻ്റെ പകുതിയും മൊമെൻ്റം ക്യാൻഡിലിൻ്റെ താഴെയാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. ഒരു കാര്യത്തിൽ പകുതിയിൽ ഡബിൾ ബോട്ടം സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് എന്താ പറയേണ്ടത് ഒന്ന് കയറാൻ ശ്രമിച്ചത്. ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റോക്കിനെ സംബന്ധിച്ചത് ഈ ഒരു ലെവൽ ബ്യൂട്ടിഫുൾ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഈ ലെവൽ ഈ സോണാണ്, ഇതൊരു സോണാണ്. ഈ സോൺ ബ്യൂട്ടിഫുൾ റെസിസ്റ്റൻറ്റ് ആക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട്. സോ അപ് ടു ദിസ് സോൺ. സോ ഈ സോൺ കട്ട് ചെയ്ത് സ്റ്റോക്ക് പോയില്ല എന്നുള്ളത് നമുക്ക് ഒരു ദിവസങ്ങൾ നമുക്ക് മനസ്സിലാവും. അത് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ട്രെൻഡ് ചെയ്ത് പോയതിന് ശേഷം ഒരു പോസിൽ നിൽക്കുകയാണ് സ്റ്റോക്ക് EMA 21 ലെവൽ EMA 13 ആണ്. EMA 13 സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് സ്റ്റോക്ക്. ഓൾ ടൈം ഹൈയുടെ അടുത്ത് നിൽക്കുകയാണ്. സോ തീർച്ചയായും ഈ സ്റ്റോക്കിനെ നിങ്ങൾ വാച്ച് ചെയ്യണം. ഈ സ്റ്റോക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നാൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല. എന്നാലും ഓൾ ടൈം ഹൈയുടെ അടുത്ത് വിത്ത് RSI ഭയങ്കര സ്ട്രോങ് ആണ്. 71 ആണ്. സ്ട്രോങ് മൊമെൻ്റത്തിൽ